നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വീകരണ മുറിയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ഉപ്പും മുളകും എന്ന എവർഗ്രീൻ ഹിറ്റ് ഷോ ഇന്ന് പ്രതിസന്ധികളുടെ പുകയിമറയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 2015 തുടക്കമിട്ട ഈ പരമ്പര മില്യൺ കണക്കിന് ആളുകൾ കണ്ടു തീർത്ത 2200ഓളം എപ്പിസോഡുകളുടെ ഒരു വലിയ സിനിമാറ്റിക് യാത്രയാണ് നടത്തിയത്. ബാലുവും നീലുവും അടക്കമുള്ള ആ പാറമടയിലെ കുടുംബം മലയാളികളുടെ സ്വന്തം വീടായി മാറിയപ്പോൾ അഭിനേതാക്കളായ വിജു സോപാനവും നിഷ സാരംഗും ജൂഹി, ഋഷി, അൽസാബിത്ത്, ശിവാനി, ബേബി അമ്മയ്യ, ബേബി നന്ദൂട്ടി തുടങ്ങിയവർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറി. എന്നാൽ ഈ പ്രതാപകാലത്തിന് പെട്ടെന്നാണ് വിള്ളലുകൾ വീണത്. എപ്പോഴും പോസിറ്റീവ് വൈബ് നിലനിർത്തിയിരുന്ന ആ വീട്ടിലേക്ക് വിവാദങ്ങളുടെ കരിനിഴൽ വീഴാൻ തുടങ്ങി. സീരിയലിന്റെ നെടുംതൂണുകളായിരുന്ന താരങ്ങൾ ഓരോരുത്തരായി വിട്ടുപോയതോടെ പ്രേക്ഷകരുടെ ആവേശങ്ങൾ കെട്ടടങ്ങി. പരമ്പരയുടെ റേറ്റിംഗ് കൂപ്പുകുത്തി. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് സെറ്റിൽ വെച്ചുണ്ടായ ലൈംഗിക അതിക്രമ ആരോപണത്തോടെയായിരുന്നു. ഒരു നടിയുടെ പരാതി ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെ പോലീസ് കേസെടുത്ത് സ്കിറ്റ്കോമിന്റെ ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായമായി മാറുകയായിരുന്നു. അതിക്രമവും ഭീഷണിയും ആരോപിക്കപ്പെട്ടതോടെ ബാലുവും ശ്രീകുമാറും ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾ അപ്രതീക്ഷിതമായി ഷോയിൽ നിന്ന് അടിയന്തരമായി പിന്മാറുകയായിരുന്നു. അങ്ങനെ പൊട്ടിച്ചിരികളുടെയും സ്നേഹത്തിന്റെയും മാത്രം കേന്ദ്രമായിരുന്ന ഉപ്പും മുളകും പെട്ടെന്നൊരു ദിശമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. നിഷ സാരംഗും ഉപ്പും മുളകും ടീമുമായി സഹകരിക്കുന്നില്ല. ഋഷിയും സീരിയൽ അണിയറ പ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് സ്കിറ്റ്കോമിൽ നിന്ന് പിന്മാറിയത്. ബാലുവും നീലുവും മുടിയനുമൊന്നും എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെടാതെ ആയതോടെ പ്രേക്ഷകർക്കും ഇത് കാണാനുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു തുടങ്ങി. റേറ്റിംഗിലും ഉപ്പും മുളകും വളരെയധികം പിന്നിലായിരുന്നു. റേറ്റിംഗിൽ കൂപ്പുകുത്തി വീണ സ്കിറ്റ്കോം ഉയർത്തെഴുന്നേറ്റത് നടൻ സിദ്ധാർത്ഥ പ്രഭു സിദ്ധു എന്ന കഥാപാത്രമായി സീരിയലിൽ രംഗപ്രവേശനം ചെയ്തതോടെയായിരുന്നു. ബാലതാരമായി അരങ്ങേറി ശ്രദ്ധ നേടിയ പ്രതിഭയാണ് നടൻ സിദ്ധാർത്ഥ പ്രഭു. തട്ടിമുട്ടിയും എന്ന സീരിയലിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ അഭിനയ ജീവിതത്തിന്റെ ആരംഭം. സ്കിറ്റ്കോമായിട്ടും തട്ടിമുട്ടിയും ഏറെക്കാലം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. ആ സ്കിറ്റ്കോം അവസാനിപ്പിച്ച ശേഷവും സിദ്ധാർത്ഥിന്റെ ജനപ്രീതിക്ക് ഇടിവൊന്നും തന്നെ സംഭവിച്ചിരുന്നുമില്ല. പിന്നീടാണ് മിനി സ്ക്രീനിൽ ഏറ്റവും പോപ്പുലറായ ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും എന്ന സ്കിറ്റ്കോമിൽ താരം പങ്കാളിയാകുന്നത്. ബാലുവും നീലുവുമായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും ഉപ്പും മുളകിൽ നിന്ന് പിന്മാറിയ ശേഷം TRP അടക്കം വളരെയധികം പിന്നിലായിരുന്നു ഉപ്പും മുളകിന്. ഇതിൽ വലിയ മാറ്റം സംഭവിച്ചത് സിദ്ധാർത്ഥ പ്രഭുവിന്റെ വരവോടെയായിരുന്നു. ജൂഹി റുസ്തഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായ സിദ്ധു ആയിട്ടായിരുന്നു സിദ്ധാർത്ഥ പ്രഭു എത്തിയിരുന്നത്. അതിനുശേഷം ഉപ്പും മുളകും എപ്പിസോഡുകൾ വീണ്ടും TRPയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. യൂട്യൂബിൽ എപ്പിസോഡുകൾ മില്യൺ അടിക്കാൻ തുടങ്ങി. പല സീനുകളും വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചും തുടങ്ങി. സിദ്ധു ലച്ചു കോംബോ ഹിറ്റായി പോകുന്നതിന് ഇടയിലാണ് മദ്യപിച്ച് വാഹനമോടിച്ച് വഴിയാത്രക്കാരെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സിദ്ധാർത്ഥ് ഉൾപ്പെടുന്നത്. ആ വഴിയാത്രക്കാരൻ ചികിത്സയിലിരിക്കെ മരിച്ചതിനാൽ കേസും കൂട്ടവുമായി കുറച്ചുനാൾ നടൻ ഉപ്പും മുളകിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് തിരിച്ചെത്തിയപ്പോഴും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു അയാൾക്ക്. എന്നാൽ ഇപ്പോഴിതാ താൻ വീണ്ടും ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഉപ്പും മുളകിൽ നിന്നും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ ഇപ്പോഴിതാ. ഉപ്പും മുളകും എന്ന പരമ്പരയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ ഇടവേള എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു വിട പറയലല്ല, ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഇനിയൊരിക്കൽ തിരികെ വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായും നിങ്ങളെല്ലാം അറിയിക്കും. ഈ യാത്രയിൽ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും അത്ര മനോഹരമായ അവസരങ്ങൾ നൽകുകയും ചെയ്ത ഫ്ലവേഴ്സ് TVയോട് എനിക്ക് എപ്പോഴും ഹൃദയത്തിന്റെ ആഴത്തിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാക്കൾ, ടെക്നീഷ്യന്മാർ, ക്യാമറ സംഘം, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, കോസ്റ്റ്യൂം ടീം, പ്രൊഡക്ഷൻ സ്റ്റാഫ്, ക്യാമറയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച ഓരോരുത്തരും എന്റെ പ്രത്യേക നന്ദി അർഹിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാനാകാത്തതാക്കി തീർത്തത്. എന്റെ പ്രിയ സഹതാരങ്ങളെ, നിങ്ങൾ നൽകിയ ചിരിയും മനോഹരമായ ഓർമ്മകളും പിന്തുണയും സൗഹൃദവും എല്ലാം ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങളോടും നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. നമ്മൾ ഒരുമിച്ച് പങ്കെടുത്ത ഓരോ നിമിഷവും ഞാൻ എന്നും ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കും എന്നാണ് ബ്രേക്ക് എടുക്കുകയാണെന്ന് അറിയിച്ച് സിദ്ധാർത്ഥ് കുറിച്ചത്. എന്നാൽ ഉപ്പും മുളകും ആരാധകർക്ക് സിദ്ധാർത്ഥിന്റെ പുതിയ തീരുമാനം നിരാശയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും മനസ്സിൽ പിടിച്ച വ്യക്തി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സിദ്ധു പോയെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം. തലയ്ക്ക് അടിയേറ്റ പോലെയായല്ലോ അളിയ. ഇത്രയും നാള് താങ്കൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ആയിരുന്നു ഞങ്ങൾ പ്രേക്ഷകർ.
അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇനി ഇതിൽ നിന്നും റിക്കവർ ആവാൻ കുറച്ച് സമയമെടുക്കും. താങ്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഉപ്പും മുളകും വീണ്ടും കാണാൻ തുടങ്ങിയത്. അപ്പോൾ അണ്ണൻ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടെന്ന് ഉറപ്പായി. കാരണം ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഈ സമയത്ത് ആയതുകൊണ്ട് എന്നും ചിലർ കുറിക്കുന്നുണ്ട്. എന്നാൽ അതിന് പിന്നാലെ ഉപ്പും മുളകിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണ് ഞാനെന്ന് അടുത്തിടെ ഗൗരി ഉണ്ണിമായും പറഞ്ഞിരുന്നു. കരിയറിലും പഠനത്തിനുമൊക്കെയായി പോവുകയാണ് എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത്. ഓഡീഷനിലൂടെയായിരുന്നു പരമ്പരയിലേക്ക് വന്നത്. ഈ സ്ഥലവും ആൾക്കാരെയും ഒക്കെ എനിക്ക് സ്ട്രേഞ്ച് ആയിരുന്നു. ഞാൻ നല്ല ടെൻഷനിലും ആയിരുന്നു അന്ന്. ഓഡീഷൻ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം മുതൽ ഞാൻ ഈ കുടുംബത്തിലെ അംഗമായതാണ്. ഈ സ്ഥലവും ആളുകളുമൊക്കെ എനിക്ക് ഏറെ സ്പെഷ്യലാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഇവിടെ നിന്നാണ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കിട്ടിയത് ഉപ്പും മുളകിലൂടെയാണ്. പാറമട വീടിന്റെ മുകളിൽ വെച്ചായിരുന്നു ഓഡീഷൻ. എല്ലാവരെയും കാണുന്നത് താഴെ വെച്ചായിരുന്നു. അന്ന് പ്രമോ ഷൂട്ടായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പരമ്പരയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ എല്ലാം കാണിക്കണമെന്ന് കരുതിയതായിരുന്നു. ഈ പരമ്പരയിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും എന്നെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. പുറത്തേക്ക് പോകുമ്പോഴും എല്ലാവരും വന്ന് സംസാരിക്കാറും വിശേഷങ്ങൾ ചോദിക്കാറും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഈ കാര്യത്തിൽ. ഉപ്പുമുളകിൽ നിന്നും ഞാൻ പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, കരിയറിൽ അടുത്ത ചുവട് വെക്കണം, പഠനത്തിൽ ഫോക്കസ് ചെയ്യണം. ഇന്ന് വരെ കിട്ടിയ സ്നേഹത്തിൽ ഒരുപാട് നന്ദി. ഒരു ഫാമിലിയിൽ പോയി യാത്ര പറയുമ്പോൾ വിഷമം വരില്ലേ, അതുപോലെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ. അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചല്ലേ പറ്റുകയുള്ളൂ. ഈ സ്നേഹവും പിന്തുണയും എന്നും കൂടെ വേണമെന്നും ആയിരുന്നു ഉണ്ണിമായ പറഞ്ഞത്. ഉപ്പും മുളകും ലൊക്കേഷൻ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയക്കുമായിരുന്നു. ഉപ്പും മുളകും ലൊക്കേഷൻ എന്നോ പാറമട വീടെന്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവിടെ എത്തും. ആദ്യമായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ അതിന്റെ പുറകിൽ എവിടെയോ ആണ് എത്തിയത്. പിന്നെ ഇവരെ വിളിച്ചപ്പോഴാണ് കൃത്യമായ സ്ഥലം മനസ്സിലായത്. നല്ലതിനല്ലേ പോകുന്നത്, സങ്കടമുണ്ട്, എന്നാലും നല്ലതായിട്ട് വരട്ടെ എന്നായിരുന്നു ഉപ്പും മുളകും ടീമിലുള്ള ഗൗരിയോട് പറഞ്ഞത്. അമ്മായിയെ ശരിക്കും മിസ് ചെയ്യും എന്നുമായിരുന്നു കേശുവും പാറവും പറഞ്ഞത്. ബൈ പറയുവാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല എന്നായിരുന്നു ലച്ചുവിന്റെ പ്രതികരണം. ആ മുഖം കണ്ടാലറിയാം ലച്ചുവിന് നല്ല വിഷമമാണെന്ന്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഗൗരി അമ്മായിയുടെ സ്ഥാനവും ശരിക്കും മിസ് ചെയ്യും എന്നുമായിരുന്നു ആരാധകരിൽ ചിലർ കുറിച്ചത്. ഇതാദ്യമായാണ് യാത്ര പറഞ്ഞ് ഒരാൾ ഇവിടെ നിന്നും കാണുന്നത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമേ അല്ല. ബ്രേക്ക് എടുത്താൽ പോരായിരുന്നോ, ഇങ്ങനെ പോകണമായിരുന്നോ? ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരായിട്ട് പോവുകയാണ്. രണ്ടുപേരെ വെച്ചായാലും പരമ്പര മുന്നോട്ട് പോകും എന്ന് വിമർശിക്കുന്നവരുമുണ്ടായിരുന്നു. വിഷമത്തോടെയാണെങ്കിലും ഇവരെ എല്ലാവരെയും നൽകിയ യാത്രയയപ്പ് വളരെ ഉചിതമായിരുന്നുവെന്നും ചിലർ കുറിക്കുന്നുണ്ട്. മറ്റുള്ളവരും ഈ രീതി പിന്തുടരുമെന്ന് കരുതുന്നു. കരയിപ്പിച്ച് കളഞ്ഞല്ലോ, ബിഗ് ബോസിലേക്ക് പോവുകയാണോ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു ഇതിന് താഴെയായി വന്നുകൊണ്ടിരുന്നത്. ഏറെ കാലമായി മലയാളികളുടെ സ്വീകരണ മുറിയിലെ പ്രധാന അംഗമായിരുന്നു ഉപ്പുമുളകും. കഥാപാത്രങ്ങളുടെ സ്വാഭാവിക അഭിനയവും പ്രേക്ഷകരുമായുള്ള ആത്മബന്ധവും കൊണ്ട് മാത്രം വിജയിച്ച ഒരു പരമ്പരയാണ് ഇത്. എന്നാൽ തുടർച്ചയായുള്ള അഭിനേതാക്കളുടെ പിന്മാറ്റവും അണിയറ പ്രവർത്തനങ്ങളുടെ വിവാദങ്ങളും പരമ്പരയുടെ ജനപ്രീതിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എത്രത്തോളം പുതിയ കഥാപാത്രങ്ങൾ വന്നാലും പ്രേക്ഷകർ തങ്ങളുടെ സ്വന്തം കുടുംബങ്ങളിലെ അംഗങ്ങളെ പോലെ സ്നേഹിച്ചിരുന്ന പഴയ താരങ്ങളെയും അവരുടെ മിനി സ്ക്രീൻ കെമിസ്ട്രികളെയും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. അഭിനേതാക്കളുടെ ഇത്തരം തീരുമാനങ്ങളെ അവരുടെ കരിയർ വളർച്ചയുടെ ഭാഗമായി കാണാമെങ്കിലും പ്രിയപ്പെട്ട പരമ്പരയുടെ തുടർച്ചയെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ള ആശങ്കയും സങ്കടവും വളരെ വലുതാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ പുതിയ താരങ്ങൾക്ക് പഴയതുപോലെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുവാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.